സാരാംശ സമ്പൂർണമാണ് പ്രൊഫസർ വി മധുസൂദനൻ നായർ എഴുതിയ തായ് വീട് എന്ന കവിത. എവിടെ ഒരു നോവിൻ ഞരക്കമുണ്ട്, അതിനുള്ളിൽ ഒരു സ്വപ്നത്തിളക്കമുണ്ട്. കരിമ്പാറയ്ക്കുള്ളിലും നീർക്കിനിയുന്നുണ്ട്, പരുക്കൻ രാക്ഷസനുള്ളിൽ കിളിക്കുഞ്ഞുണ്ട്. ഒരു തുമ്പി ചിറകൊന്ന് മുറിയുന്നേരം ഒരു താളം എവിടെയോ പിഴയ്ക്കുന്നുണ്ടാം. ഒരു കാറ്റിൻ കണമൊന്ന് പനിക്കും നേരം ഒരു പ്രാണൻ എവിടെയോ പിടയുന്നുണ്ടാം. ഈ കവിത ആരംഭിക്കുന്നത് ബൃഹദാരണ്യ ഉപനിഷത്തിലെ വരികൾ എഴുതിക്കൊണ്ടാണ്. ഈ വീടിൻ്റെ കർമാധികാരിയായ മനുഷ്യാത്മാവ് എല്ലാ ജീവജാലങ്ങളുടെയും ലോകമാണ്. യജ്ഞങ്ങളിലൂടെ അവന് ദേവന്മാരുടെ ലോകം ലഭിക്കുന്നു. ജ്ഞാനം കൊണ്ട് ഋഷിമാരുടെ ലോകം കൈവരുന്നു. പിണ്ടദാനം കൊണ്ടും സന്തതികളെ ആഗ്രഹിക്കുന്നത് കൊണ്ടും പിതൃക്കളുടെ ലോകവും മനുഷ്യർക്ക് ലഭിക്കുന്നു. മനുഷ്യന് തന്നെ അന്നവും ആവാസസ്ഥാനവും നൽകുന്നത് കൊണ്ട് മനുഷ്യലോകവും പ്രാപ്തമാകുന്നു. വെള്ളവും പുല്ലും നൽകുകയാൽ നാൽക്കാലികളുടെ ലോകവും അവനെ ആശ്രയിക്കുന്നു. വന്യമൃഗങ്ങളും പക്ഷികളും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറുജീവികളുടെ ജീവൻ നിലനിർത്തുന്നതുകൊണ്ട് അവരുടെ ലോകവും അവന് ലഭിക്കുന്നു. ശരീരം അനശ്വരമായി കാണണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ ജീവികളും അനശ്വരരായിരിക്കണമെന്ന് ഇതറിയുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്നു എന്നാണ് ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നത്. ഇന്ന് പക്ഷേ സംഭവിക്കുന്നത് ഇങ്ങനെയല്ല. ഈ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അതനുസരിച്ച് ജീവിക്കുകയായിരുന്നെങ്കിൽ, ഈ ലോകം ഒരു വസുദൈവ കുടുംബകമാണ് എന്ന് മനസ്സിൽ ഉറയ്ക്കുകയായിരുന്നെങ്കിൽ ഇവിടെ യുദ്ധങ്ങളോ പട്ടിണി മരണങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. വിലാപങ്ങൾ ഉണ്ടാവുകയില്ല. ശിശുമരണങ്ങളും ശിശുരോദനങ്ങളും ഉണ്ടാവുകയില്ലായിരുന്നു. നന്മകളുണ്ടാവട്ടെ. സ്നേഹപൂർവ്വം, ഐശ്വര്യ.